ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹയർ വെൻഡറുടെയും ഹയർ പർച്ചേസറുടെയും ബേസിക് ആയിട്ടുള്ള എൻട്രീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡീഫോൾട്ട് ആൻഡ് റീപൊസിഷൻ. ഡീഫോൾട്ട് എന്താണെന്നും റീപൊസിഷൻ എന്താണെന്നും ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാം. റീപൊസിഷൻ മീൻസ് under the hire purchase system, if the hire purchaser fails to pay any of the installments, the hire vendor has the right to recover or take the goods without any compensation. Under hire purchase system, ഹയർ പർച്ചേസർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഹയർ വെൻഡർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ഹയർ വെൻഡർക്ക് ഒരു റൈറ്റ് ഉണ്ട്. ഹയർ വെൻഡർക്ക് വേണമെങ്കിൽ ആ അസറ്റിൻ്റെ മുകളിൽ കിട്ടാനുള്ള ഫണ്ടിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കാം. അല്ലെങ്കിൽ ആ അസറ്റ് ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കാം. അങ്ങനെ തിരിച്ച് വാങ്ങിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു കോമ്പൻസേഷൻ ഹയർ വെൻഡർ ഹയർ പർച്ചേസർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ അസറ്റ് ടേക്ക് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അസറ്റിൻ്റെ പൊസഷൻ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് റീപൊസഷൻ. ദിസ് ആക്ട് ഓഫ് ടേക്കിംഗ് ബാക്ക് ദ റീപൊസഷൻ ഓഫ് ഗുഡ്സ് ബൈ ദ ഹയർ വെൻഡർ ഈസ് കോൾഡ് റീപൊസഷൻ. ഇങ്ങനെ ഗുഡ്സിൻ്റെ പൊസിഷൻ ഹയർ വെൻഡർ തിരിച്ചു വാങ്ങിക്കുകയാണ് അതിനെ വിളിക്കുന്നത് റീപൊസിഷൻ എന്നാണ്. പൊസിഷന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാനുള്ള കാരണം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പം ഹയർ പർച്ചേസർക്ക് കിട്ടുന്ന പൊസിഷൻ മാത്രമാണ്. അയാൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും റീപൊസസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കോമ്പൻസേഷനും കിട്ടാനുള്ള റൈറ്റ് ഇല്ല. മീൻസ് ഒരു 50,000 അസറ്റ് നമ്മൾ വാങ്ങിച്ചു, 25,000 റുപ്പീസും അടച്ചതിന് ശേഷമാണ് ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്നതെങ്കിൽ പോലും ഒരു കോമ്പൻസേഷനും ഹയർ വെൻഡർക്ക് നമുക്ക് തരേണ്ട കാര്യമില്ല. റീപൊസസ്ഡ് അസറ്റ്സ് ആർ സോൾഡ് ടു അതർ കസ്റ്റമേഴ്സ് ആഫ്റ്റർ റിപ്പയറിങ് ഓർ റീകണ്ടീഷനിങ് ഇഫ് നെസസറി. ഇനി ഈ റീപൊസസ് ചെയ്തിട്ടുള്ള അസറ്റ് ഹയർ വെൻഡർക്ക് വേണമെങ്കിൽ വേറെയുള്ള കസ്റ്റമേഴ്സിന് റിപ്പയറോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള റീകണ്ടീഷനും ചെയ്തിട്ട് വിൽക്കാൻ പറ്റുന്നതാണ്, സെയിൽ ചെയ്യാം. ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ദ റീപൊസഷൻ ദ ഹയർ വെൻഡർ ഓപ്പറേറ്റ്സ് എൻ അക്കൗണ്ട് ഈസ് കോൾഡ് ഗുഡ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി റീപൊസഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഹയർ വെൻഡർ പ്രിപ്പയർ ചെയ്യുന്ന സെപ്പറേറ്റ് അക്കൗണ്ടാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഹയർ വെൻഡർ മേ ടേക്ക് ബാക്ക് ദ കംപ്ലീറ്റ് ഗുഡ്സ് ഓർ പാർട്ട് ഓഫ് ദി ഗുഡ്സ്. ഹയർ വെൻഡർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഗുഡ്സ് എടുക്കാനും അതുപോലെ തന്നെ ഇനി ചില പാർട്ടുകൾ വേണ്ടി മാത്രം എടുക്കാനുള്ള അധികാരമുണ്ട്. ദസ് റീപൊസിഷൻ മേ ബി ഐദർ കംപ്ലീറ്റ് ഓർ പാർഷ്യൽ. അങ്ങനെയാണെങ്കിൽ റീപൊസിഷൻ നമുക്ക് കംപ്ലീറ്റ് റീപൊസിഷനും പാർഷ്യൽ റീപൊസിഷനും വിളിക്കാം. അപ്പോൾ കംപ്ലീറ്റ് റീപൊസിഷൻ ചെയ്യുന്നത് ഹയർ പർച്ചേസ് കോൺട്രാക്റ്റിലുള്ള എല്ലാ ഗുഡ്സും അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റും തിരിച്ചു വാങ്ങിക്കുന്നതാണ് കംപ്ലീറ്റ് റീപൊസിഷൻ. പാർഷ്യൽ മീൻസ് ഒരു പാർട്ട് മാത്രം തിരിച്ച് അതിൻ്റെ പൊസിഷൻ വാങ്ങിച്ചാൽ അത് പാർഷ്യൽ റീപൊസിഷനാണ്. In case of complete repossession or full repossession, the hire vendor takes back all the goods sold. സെയിൽ ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സും ഹയർ വെൻഡർ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾ റീപൊസിഷൻ എന്നാണ്. ദ ഹയർ പർച്ചേസർ ക്ലോസസ് ദി ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് by transferring the balance of hire vendors account to asset account. ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള എമൗണ്ടിനെ അസറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹയർ പർച്ചേസർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറുടെ ബുക്കിൽ എങ്ങനെയാണ് റീപൊസഷൻ്റെ എൻട്രീസ് എഴുതുന്നത് നോക്കാം. ഓൾ ദ എൻട്രീസ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡീഫോൾട്ട് ആർ പാസ്ഡ് ഇൻ ദി യൂഷ്വൽ മാനർ. എല്ലാ എൻട്രീസും ഡീഫോൾട്ട് വരുത്തുന്നവരെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് വരെയുള്ള എല്ലാ എൻട്രീസും ഇതുവരെ എഴുതിയ എൻട്രീസ് പോലെ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഡീഫോൾട്ട് വരുത്തുന്നതിന് ശേഷം അഡീഷണൽ എൻട്രീസ് ഹയർ പർച്ചേസർ അവരുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് വൺ, ഫോർ ക്ലോസിങ് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത് തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ഹയർ വെൻഡറുടെ അക്കൗണ്ട് ഹയർ പർച്ചേസർക്ക് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ഹയർ വെൻഡർക്ക് എത്രയാണോ ഇനി ബാലൻസ് ആയിട്ട് കൊടുക്കാനുള്ളത് അതിനെ ഹയർ വെൻഡറുടെ പേരിൽ ഡെബിറ്റ് ചെയ്യും, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫോർ ക്ലോസിങ് അസറ്റ് അക്കൗണ്ട്, ഇനി അസറ്റിൻ്റെ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു
അസറ്റ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് എന്ന് എഴുതും. നോർമലി ഗുഡ്സ് റീപ്രോസസ് ചെയ്യുന്ന സമയത്ത് ഹയർ പർച്ചേസർക്ക് എല്ലാ സമയത്തും ലോസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ലോസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. ബൈ ചാൻസ് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി റിവേഴ്സ് എൻട്രി ആണ് അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. Question. Transport Corporation purchased a truck on hire purchase from Hindustan Motors for rupees 56,000. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രക്ക് ഹയർ പർച്ചേസ് ഫോമിൽ പർച്ചേസ് ചെയ്യുന്നു. ട്രക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 56,000 ആണ്. പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് ₹15,000 ക്യാഷ് ആൻഡ് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് 15,000 ഈച്ച് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് അവർ. പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 15,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് മീൻസ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് 15,000 ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും പേ ചെയ്യുന്നു. അപ്പോൾ 15,000 ഇൻസ്റ്റാൾമെൻറ്റ് 3 എന്ന് പറയുമ്പോൾ 45,000 പ്ലസ് 15,000 ഡൗൺ പേയ്മെൻറ്റ്, അപ്പം 60,000 ആണ് അടയ്ക്കുന്നത്. അപ്പോൾ 56,000 ഒരു കാര്യം 60,000 അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഹയർ പർച്ചേസ് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതുവരെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഇൻക്ലൂഡിങ് ആണ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, the rate of interest is charged at 5% per annum. Rate of interest 5% ആണ്. Buyer depreciates the assets at 10% per annum on written down value method. ബൈ ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് അവരുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% per annum ആണ്. പക്ഷേ നോർമലി സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ല, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് അവർ depreciation calculate ചെയ്യുന്നത്. Because of financial difficulties, Transport Corporation, after having paid the down cash and the first installment at the end of the first year, could not pay second installment and the Hindustan Motors took possession of the truck. ചില ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും കാരണം ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഡൗൺ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചതിന് ശേഷം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ടുക്ക് ദ പൊസഷൻ ഓഫ് ദി ട്രക്ക്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആ ട്രക്കിൻ്റെ പൊസഷൻ തിരിച്ച് ഏറ്റെടുക്കുകയാണ്. ദ സെല്ലർ Hindustan Motors, after spending ₹350 on repairs of truck, sold it for 30,110. ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് കുറച്ച് ₹350 റിപ്പയറിന് വേണ്ടി ചിലവാക്കിയതിന് ശേഷം ഈ റീപൊസിഷൻ ചെയ്തിട്ടുള്ള ഈ അസറ്റിനെ 30,110 സെയിൽ ചെയ്യാണ്. അപ്പോൾ പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ട് പാർട്ടീസിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ജേർണൽ എൻട്രീസ് ആദ്യം എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹയർ പർച്ചേസറുടെ ബുക്സിൽ എങ്ങനെയാണ് റീപൊസഷൻ്റെ എൻട്രി ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഹയർ വെൻഡറുടെ അക്കൗണ്ടിലെ റീപൊസഷൻ്റെ പ്രൊസീജിയറിൻ്റെ ജേർണൽ എൻട്രിയും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതാം. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് 56,000 ആണ്. ഡൗൺ പേയ്മെൻറ്റ് 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ ആ വർഷം മീൻസ് പർച്ചേസ് ചെയ്തതിന് ശേഷം അവർ അടയ്ക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 41,000 റുപ്പീസാണ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 41,000 ആണ് ഇനി അടയ്ക്കാനുള്ളത്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 15,000 വീതമാണ്. അങ്ങനെയുള്ള 3 ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് 5% per annum ആണ്. ഡെപ്രീസിയേഷൻ 10% per annum ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോർമലി ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ ബുക്സ് ഓഫ് കീപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഫസ്റ്റ് എൻട്രി അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആണ്. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ട്രക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 56,000 ആണ്. അസറ്റിൻ്റെ വാല്യൂ എമൗണ്ട് 56,000. നെക്സ്റ്റ്, ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് എൻട്രി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 15,000. നെക്സ്റ്റ്, ആ വർഷത്തെ അവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എമൗണ്ട് 2,050. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്
ഇങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 41,000 ആണ്. അങ്ങനെയാണെങ്കിൽ 41,000 ഇൻറ്റു 5/100 ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 41,000 ഇൻറ്റു 5/100 2,050 ആണ് ഫസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ്. ഇവിടെ മന്തിൻ്റെ കാൽക്കുലേഷൻ എടുക്കാത്തത് പ്രോബ്ലത്തിൽ എവിടെയും ഇയറോ ഡേറ്റോ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എമൗണ്ട് ചെയ്ത് 2,050. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ 41,000 റുപ്പീസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 15,000 അടച്ച സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 41,000 മൈനസ് 12,950 ആണ്. നെക്സ്റ്റ് മീൻസ് ഈ 12,950 ഇങ്ങനെയാണ് കിട്ടുന്നത്. 15,000 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു, അതിൽ 2,050 2,050 ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ക്യാഷ് പ്രൈസിൻ്റെ പാർട്ട് പോയിട്ടുള്ളത് 15,000 മൈനസ് 2,050 ആണ്, 12,950. അപ്പം 41,000 മൈനസ് 12,950 ആണ് സെക്കൻഡ് ഇയറിലെ ലാസ്റ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 28,050. അപ്പോൾ ആ വർഷത്തെ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 28,050 ഇൻറ്റു 5/100 ആയിരിക്കും 1,403. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ടഡ് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 2,050. നെക്സ്റ്റ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന എൻട്രി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു ക്യാഷ് അക്കൗണ്ട് 15,000. നെക്സ്റ്റ് എൻട്രി ആ ഇയറിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ട്രക്ക് അക്കൗണ്ട് 5,600. മീൻസ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അസറ്റിൻ്റെ വാല്യൂ 56,000 ആണ്. വേറെയുള്ളൊരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ 56,000, അതിൻ്റെ മുകളിൽ 10% കാണുന്ന സമയത്ത് 5,600. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൽ കാണുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്തിട്ടുള്ള 5,600 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള അസറ്റിൻ്റെ വാല്യൂ ആണ് 50,400. അപ്പോൾ 50,400ൻ്റെ മുകളിലാണ് 10% സെക്കൻഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻട്രി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജേർണൽ എൻട്രീസ് ഡിപ്രീസിയേഷൻ വരെ. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഉണ്ട്. അപ്പോൾ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഇത് എൻട്രി ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം എന്താണ് ലെഡ്ജർ അക്കൗണ്ട് എന്നുള്ളത്. ലെഡ്ജർ അക്കൗണ്ട് നോക്കാം. ഇത് ബുക്ക് ഓഫ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇപ്പോൾ എഴുതിയ ജേർണൽ എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്നുള്ള ജേർണൽ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ ക്രെഡിറ്റ് സൈഡിൽ ട്രക്ക് അക്കൗണ്ട് 56,000, അതേപോലെ ട്രക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 56,000. നെക്സ്റ്റ് ആ ഇയറിൽ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 15,000. അപ്പം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് 15,000. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അപ്പം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇപ്പോൾ എത്രയാണ് 2,050. നെക്സ്റ്റ് അതേ ഇയറിൽ തന്നെ ഇയർ എൻഡിങ്ങിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 15,000. അങ്ങനെ ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ട് 15,000 ഫസ്റ്റ് ഇയർ ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിലെ എല്ലാ ട്രാൻസാക്ഷനും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 58,050 ടോട്ടൽ കിട്ടും. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 28,050. അത് അടുത്ത ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. ആ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് 1,403. അപ്പം പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അസറ്റ് റീപ്രൊസസ് ചെയ്യുകയാണ്, മീൻസ് തിരിച്ച് വാങ്ങിക്കുകയാണ്. കാരണം ആ ഇൻട്രസ്റ്റ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ. അപ്പം അടയ്ക്കാനുള്ള മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 28,050 പ്ലസ് 1,403 ഇൻട്രസ്റ്റ് എന്നിവയാണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 29,453. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പൊസഷൻ ഏറ്റെടുക്കുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ഇതാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് അറ്റ് ടു ട്രക്ക് അക്കൗണ്ട് ബാലൻസ് എത്രയാണോ പേ ചെയ്യാനുള്ളത് അത് വെച്ചിട്ട് അസറ്റിന് ക്രെഡിറ്റ് ചെയ്യണം. അതാണ് 29,453.
ലെഡ്ജർ അക്കൗണ്ടും കാണിച്ചു തന്നു. ബാക്കിയുള്ളത് ചെയ്യണം. ട്രക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഫുള്ളായിട്ട് നോക്കുക. ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്തത് മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ട് കൂടി നോക്കാം. ട്രക്ക് അക്കൗണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞു അസറ്റ് അക്കൗണ്ട് ടു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് റെക്കോർഡ് ചെയ്തതാണ്. ട്രക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 56,000. നെക്സ്റ്റ് ആ ഇയറിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ട്രക്ക് അക്കൗണ്ട്. അപ്പോൾ ട്രക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ 5,600. അങ്ങനെ ആ ഇയറിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ക്യാരി ഓൺ ചെയ്യുന്നത് 50,400. സെക്കൻഡ് ഇയറിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞതാണ് 56,000 ആയിരുന്നു അസറ്റിന്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ 5,600 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 50,400 ആയി. അതിൻ്റെ 10% ആണ് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 5,040. നെക്സ്റ്റ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ പേരിൽ നമ്മൾ ഗുഡ് റീപ്രോസസ് ചെയ്യുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് ടു ട്രക്ക് അക്കൗണ്ട് 29,453. അപ്പോൾ ട്രക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 29,453. നെക്സ്റ്റ് അസറ്റ് നമുക്ക് ഇല്ലാതെയാവുകയാണ്, നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ്. നമുക്ക് ആ ഇയറിൽ തന്നെ ഈ ട്രക്ക് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണം. അങ്ങനെ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 50,400 ആണ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിട്ടുള്ളത് ട്രക്കിന്. പക്ഷേ അത് നോക്കുന്ന സമയത്ത് ഒരു 15,907 ഒരു ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നഷ്ടം ഉണ്ടായതാണ്. അപ്പോൾ നഷ്ടത്തിനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് റീപ്രോസസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ട്രക്ക് റീപ്രോസസ് ചെയ്ത സമയത്ത് നമുക്കുണ്ടായ നഷ്ടം ലോസാണ് 15,907 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം. അപ്പോൾ ഒന്നുകൂടെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അക്കൗണ്ട് നമുക്ക് പഠിക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ചെയ്തു നോക്കുക. ഇതുപോലുള്ള പ്രോബ്ലംസ് എടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ഇതേ പ്രോബ്ലം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക.